ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് NCERT ക്ലാസ് 6 ഹിസ്റ്ററിയുടെ ചാപ്റ്റർ 5 ആണ്. നമ്മൾ ചാപ്റ്റർ 4 നോക്കി ഓൾറെഡി. അടുത്ത ചാപ്റ്ററാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ചാപ്റ്റർ 4 നമ്മളൊരു ചെറിയ കുട്ടിയെ കണ്ടു അല്ലേ? കുട്ടിക്ക് ഹിസ്റ്ററിയിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അവൻ്റെ ആ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ തീർത്തിട്ടാണ് നമ്മൾ നമ്മുടെ ചാപ്റ്റേഴ്സ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? നമ്മുടെ രാജ്യം, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ആ ഒരു പേര് എങ്ങനെയാണ് കിട്ടിയത്, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു ചരിത്രം എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇന്ത്യ എന്ന് പറയുന്നത് എ വെരി ഏർലി ടൈം ദ സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ യൂണിറ്റി വാസ് മെയ്ഡ് കംപ്ലീറ്റ്. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ, അതായത് ഒരുപാട് നാളുകൾക്ക് മുമ്പ് തന്നെ സ്പിരിച്വലിയും കൾച്ചറലിയും ഒക്കെ യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണെന്നാണ് ശ്രീ അരബിന്ദോ പറയുന്നത്. അരബിന്ദോയുടെ ഒരു കോട്ടുമായിട്ടാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ കുട്ടിയുടെ അപ്പൂപ്പൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഡു യു നോ വൈ അവർ കൺട്രി ഈസ് കോൾഡ് ഇന്ത്യ ആൻഡ് ഭാരത്? നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിനെ ഇന്ത്യ എന്നും ഭാരത് എന്നും ഒക്കെ വിളിക്കുന്നതെന്ന്? ഓക്കെ, അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു സ്റ്റോറി പഠിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേക്കും അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പം ഈ ചാപ്റ്ററിൽ കൂടെ നമ്മൾ എന്തൊക്കെയാണ് നോക്കുന്നത്? നമ്മളുടെ ഈ ഒരു ഇന്ത്യ അല്ലെങ്കിൽ ഭാരത് എന്ന് പറയുന്ന ഒരു പേര്, അത് നമുക്കൊരു കഥയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മുടെ നാടിന്റെ, നമ്മുടെ ജോഗ്രഫിയുടെ, നമ്മുടെ ജനങ്ങളുടെ, നമ്മുടെ ഹിസ്റ്ററിയുടെ എല്ലാത്തിന്റെയും കഥ കൂടിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഭാരതം എന്ന് പറയുന്നത്? ഈ ഭാരതം എന്ന് പറയുന്നത് എവിടെയാണ്? ഭാരതം എന്ന് പറയുന്നത് നാച്ചുറൽ ബൗണ്ടറീസിന്റെ ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, ഹിമാലയസിന്റെ നോർത്ത്. ഹിമാലയ എവിടെയാ കാണാൻ പറ്റുന്നത്? നോർത്തിലാണ് ഹിമാലയ ഉള്ളത്. ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്നത് സൗത്തിലാണ്. അറേബ്യൻ സീ എന്ന് പറയുന്നത് വെസ്റ്റിലാണ്. ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് ഈസ്റ്റിലാണ്. പിന്നെ നമുക്ക് റിവേഴ്സ് ലൈക്ക് ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര ഇതെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത്, ഈ ഒരു ജോഗ്രഫി എന്ന് പറയുന്നതാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഉറവിടം എന്ന് പറയുന്നത്. നമ്മുടെ സംസ്കാരം രൂപീകരിക്കാൻ ഈ ജോഗ്രഫി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ UPSC ഫോക്കസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്ങനെയാണ് ജോഗ്രഫി ഒരു സിവിലൈസേഷൻ ഷേപ്പ് ചെയ്യുന്നത്? അപ്പൊ അതിനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ UPSC പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴും ആ UPSCയുടെ ആംഗിളും കൂടി ശ്രദ്ധിച്ചു വേണം പഠിക്കാൻ. നമ്മളിവിടെ റൈറ്റ് ബോർഡിൽ ചെറിയ കുട്ടികൾക്ക്, അതായത് 8ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് UPSC കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പം അതിന്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് പഠിപ്പിക്കുമ്പോഴും അതിന്റെ UPSC ആംഗിളും കൂടെ നോക്കിയിട്ടാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പം ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ചുള്ള മെൻഷനിങ് ഒക്കെ ഉള്ളത് മഹാഭാരതത്തിലുണ്ട്. മഹാഭാരതത്തിൽ നമ്മുടെ നാട്ടിലെ ഒരുപാട് റീജിയൻസിന്റെ മെൻഷനിങ് ഉണ്ട്. കാശ്മീരിനെ വിളിച്ചിരുന്ന പേര് കാശ്മീർ എന്നാണ്. ഹരിയാനയെ പറഞ്ഞിരുന്ന പേര് കുരുക്ഷേത്രമാണ്. കുരുക്ഷേത്രത്തിലാണ് മഹാഭാരത യുദ്ധം നടക്കുന്നത്. വംഗദേശം, വങ്ക എന്ന് പറയുന്നത് ബംഗാളാണ്. കേരളത്തിനെ കുറിച്ചുള്ള മെൻഷനിങ് ഉണ്ട്. പിന്നെ കച്ച് എന്ന് പറയുന്നത് കച്ച എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇന്ത്യയുടെ ഒരു വാസ്റ്റ് ജോഗ്രഫിയെ കുറിച്ചുള്ള മെൻഷനിങ് മഹാഭാരതത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പം എന്താണ് ഈ ഭരത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭരത എന്ന് പറയുന്നത് കേവലം ഒരു നെയിം മാത്രമല്ല. അതെന്ന് പറയുന്നത് നമ്മളുടെ ജനങ്ങളെ കൂടിയാണ്. ഓക്കെ, കുറച്ച് ജനങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ജനതയെ കൂടിയാണ് നമ്മൾ ഈ ഭരത എന്ന് പറയുന്ന നെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭരത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് ഓഫ് ഭരതൻ എന്ന് കൂടിയാണ് അർത്ഥം. ഭരതൻ എന്ന് പറയുന്ന രാജാവുണ്ട്. മഹാഭാരതത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള മെൻഷനിങ് ഉണ്ട്. അദ്ദേഹം ഭരിച്ചിരുന്ന രാജ്യം എന്നുള്ളൊരു അർത്ഥത്തിലാണ് നമ്മൾ ഭാരത എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഭരതന്റെ രാജ്യം അതാണ് ഭാരതം. ഭരതൻ എന്ന് പറയുന്ന രാജാവിനെ ഓർക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഭാരത അല്ലെങ്കിൽ ഭാരതം എന്നൊക്കെ വിളിക്കുന്നത്. ഇപ്പൊ സിവിലൈസേഷൻ എന്ന് പറയുന്നത് കേവലം പൊളിറ്റിക്കൽ ബൗണ്ടറിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല കേട്ടോ. ഇപ്പൊ UPSC ആംഗിളിൽ വരാൻ സാധ്യതയുള്ള ചോദ്യമാണിത്. സിവിലൈസേഷൻ എന്ന് പറയുന്നത് കേവലം പൊളിറ്റിക്കൽ ഐഡന്റിറ്റി മാത്രമല്ല, പകരം എന്താണ്, നമ്മുടെ ഒരു രാജാവിന്റെ ഒരു ഐഡന്റിറ്റി കൂടിയാണ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇന്ത്യയുടെ ബേസിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എഴുതാൻ പറ്റും കേട്ടോ.
അപ്പം ഭാരതത്തിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനെ കുറിച്ചിട്ട് വിഷ്ണു പുരാണത്തിൽ മെൻഷനിങ് ഉണ്ട്. വിഷ്ണു പുരാണത്തിൽ വളരെ ക്ലിയർ ആയിട്ട് ഹിമാലയത്തിനെ കുറിച്ചിട്ടും ഇന്ത്യൻ ഓഷനെ കുറിച്ചിട്ടും ഒക്കെ പറയുന്നുണ്ട്. ഇത് നമ്മുടെ ജോഗ്രഫിക്കലി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു രാജ്യത്തിന്റെ ഡെഫിനിഷൻ കൂടിയാണ് ഭാരതം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പിന്നെ ജംബുദ്വീപ. ജംബുദ്വീപ എന്നുള്ളൊരു പേരിലും ഭാരതം അറിയപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു പേര് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് എംപറർ അശോകനാണ്. അശോകന്റെ ഇൻസ്ക്രിപ്ഷൻസിൽ ജംബുദ്വീപ എന്നാണ് ഭാരതത്തിനെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ജാമുൻ ട്രീസ് ഒക്കെ ഇഷ്ടംപോലെ ഉള്ള ഒരു രാജ്യമായിരുന്നു ഭാരതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ജംബുദ്വീപ എന്ന് വിളിക്കുന്നത്. അശോകൻ ആരാണ്? അശോകനെ കുറിച്ചിട്ട് നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അശോകൻ എന്ന് പറയുന്നത് കലിംഗ യുദ്ധത്തിനൊക്കെ ശേഷം ഒരുപാട് മാനസാന്തരം വന്ന ഒരു രാജാവാണ്. അതിനുശേഷം അശോകന്റെ ധർമ്മം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. മോറൽ ഗവർണൻസ്, റെസ്പെക്ട് ഫോർ ഓൾ അതേഴ്സ്, അതെല്ലാം അശോകന്റെ ധർമ്മത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ അശോകൻ എന്താണ്, ഒരു എത്തിക്കൽ സ്റ്റേറ്റ് എങ്ങനെ വേണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളെ മനസ്സിലാക്കിച്ച ഒരു രാജാവാണ്. അപ്പം അശോകൻ എന്താണ് ഭാരതത്തിനെ വിളിച്ചത്? ഭാരതത്തിനെ വിളിച്ച ജംബുദ്വീപ എന്നാണ്. അശോകന്റെ ഭാരതത്തിനെ കുറിച്ചുള്ള ഐഡിയ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണം എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പം UPSC ആംഗിളിൽ പഠിക്കാം, ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ എത്തിക്കലി ഐഡിയൽ കൂടിയായിരിക്കണം. അപ്പം അങ്ങനെ ഒരു ചോദ്യം വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അശോകനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. തമിഴ് ലിറ്ററേച്ചറിലും ഇന്ത്യയെ കുറിച്ചുള്ള മെൻഷനിങ് ഉണ്ട്. ഏഷ്യൻ തമിഴ് പോയംസിലൊക്കെ കേപ് കുമാരി, ഗ്രേറ്റ് മൗണ്ടൻസ്, അതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ത്യ എന്ന് പറയുന്ന പേര് എങ്ങനെയാണ് വന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു സിവിലൈസേഷന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് സിന്ധു നദീതടത്തിൽ നിന്നാണ്. അപ്പോൾ സിന്ധു നദീതടത്തിൽ നിന്നായതുകൊണ്ട് തന്നെ ഇന്ത്യയെ ആ ഒരു രീതിയിൽ പതുക്കെ പതുക്കെ അറിയപ്പെട്ടു. സിന്ധു നദീതടത്തിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു സിവിലൈസേഷൻ എന്നുള്ള പേരിലാണ് ഇന്ത്യ എന്നുള്ള പേര് വരുന്നത്. അതിനെ പിന്നീട് ഇൻഡോസ് എന്നും ഇന്ത്യ എന്നും ഒക്കെ വിളിക്കാൻ തുടങ്ങി. ഋഗ്വേദത്തിലും ഇന്ത്യയെ കുറിച്ചുള്ള മെൻഷനിങ് ഉണ്ട്. ഋഗ്വേദത്തിൽ ഇന്ത്യയെ കുറിച്ച് പറയുന്നത് സപ്തസിന്ധവ എന്നാണ്. 7 നദികളാൽ ചുറ്റപ്പെട്ട രാജ്യം എന്നാണ് സപ്തസിന്ധവ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഭാരതം എന്ന് പറയുന്നത് കേവലം ഒരു രാജ്യം മാത്രമല്ല, അതെന്ന് പറയുന്നത് ഒരു സംസ്കാരം കൂടിയാണ്. ഷെയർഡ് ബിലീഫ്, പിൽഗ്രിമേജ് സെന്റേഴ്സ്, ട്രേഡ് റൂട്ട്സ്, ഇതെല്ലാം കൂടി ചെയ്യുന്നതാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഗ്രീക്കും ചൈനക്കാരും ഒക്കെ ഇന്ത്യ എന്താണ് വിളിച്ചത്? ഗ്രീക്കുകാർ വിളിച്ചത് ഇൻഡോ ഇൻഡിക്ക് എന്നൊക്കെയാണ്. ചൈനക്കാർ വിളിച്ചത് ഹിന്ദു എന്നൊക്കെയാണ്. ടിയാൻഷു എന്ന് അവർ വിളിച്ചിട്ടുണ്ട്. ടിയാൻഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗഭൂമി, ഹെവൻലി ലാൻഡ് എന്നാണ് അർത്ഥം. മറ്റുള്ള പോപ്പുലർ നെയിംസ് എന്തൊക്കെയാണ്? നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന ഹിന്ദുസ്ഥാൻ, അത് ശരിക്കും പേർഷ്യൻ ഒറിജിൻ ആണ്. പിന്നെ ഇന്ത്യയെ കുറിച്ചിട്ട് ഒരുപാട് എഴുതിയിട്ടുള്ള ഒരാളാണ് ഹ്യുയാൻസാങ്. ഹ്യുയാൻസാങ് എന്ന് പറയുന്നത് ചൈനയിൽ നിന്നും ഇന്ത്യയിലോട്ട് വന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇവിടെ വന്നത് ബുദ്ധിസത്തെ കുറിച്ചിട്ട് പഠിക്കാനായിരുന്നു. ഇവിടെ നിന്ന് സാൻസ്ക്രിറ്റ് ടെസ്റ്റ് ഒക്കെ അദ്ദേഹം എന്താണ് ചൈനയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ. ഹ്യുയാൻസാങ്ങിന്റെ ഒരു പടം ഇതാണ്. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഏഷ്യൻ ഭാരതത്തിൽ നിന്നും മോഡേൺ ഇന്ത്യയിലോട്ട് ട്രാവൽ ചെയ്തു വന്ന രാജ്യമാണ്. അപ്പം ഇത്രയും കാലം കഴിഞ്ഞിട്ട് നമ്മളുടെ ചില ട്രഡീഷൻസും കൾച്ചറും ഒക്കെ ഇപ്പോഴും നഷ്ടപ്പെടാതെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ നെയിംസ് ഒക്കെ മാറുന്നുണ്ടാവും, പക്ഷേ നമ്മുടെ ഒരു ട്രഡീഷനും കൾച്ചറും ഒന്നും ഇപ്പോഴും പോയിട്ടില്ല. അതൊക്കെ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഓക്കെ. അപ്പം UPSC ആംഗിൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് സിവിലൈസേഷണൽ കണ്ടിന്യൂറ്റി. സംസ്കാരം എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ അത് UPSC ആംഗിൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം കേട്ടോ. ഇന്ത്യയുടെ പോപ്പുലർ നെയിംസ് ഇതൊക്കെയാണ്. അപ്പൊ ഇത് നിങ്ങളുടെ പുസ്തകത്തിലും ഉണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചാർട്ട് കൊടുത്തിരിക്കുന്നത്. ചാർട്ട് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എക്സാംസിനുള്ള ചോദ്യങ്ങളൊക്കെ എഴുതാൻ പറ്റും കേട്ടോ. അപ്പം ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് ഭാരത് അല്ലെങ്കിൽ ഇന്ത്യ എന്നാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യയിൽ പറഞ്ഞിരിക്കുന്നത് ഭാരത് എന്നാണ്. അപ്പം നമ്മുടെ ഏഷ്യൻ ട്രഡീഷനിൽ നിന്നാണ് ഈ ഒരു ഭാരതം എന്നുള്ളൊരു പേര് വന്നിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ സ്റ്റോറി അവസാനിക്കുമ്പോഴത്തേക്കും കുട്ടിക്ക് ഇത് എന്താണ് ഭാരതം എന്നും, ഭാരതം എന്ന് പറഞ്ഞാൽ കേവലം മാപ്പിൽ ഒതുങ്ങുന്ന ഒരു രാജ്യമല്ല, പകരം എന്താണ് അവിടുത്തെ ജനങ്ങളെ കൂടെയാണെന്നും ഒക്കെ ഉള്ളത് കുട്ടിക്ക് ക്ലിയർ ആയി. മനസ്സിലായോ നിങ്ങൾക്ക്?
അപ്പോൾ നിങ്ങൾ UPSC ആംഗിൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിവിലൈസേഷൻ ഐഡന്റിറ്റിയാണ്. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സിന്ധു നദീതടത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ജോഗ്രഫിക്കൽ നെയിമാണ്. നമ്മുടെ കൾച്ചർ നമ്മളെ ഒരുമിച്ച് ചേർക്കുന്നു. പൊളിറ്റിക്കലി മാത്രമല്ല കൾച്ചറലി നമുക്ക് യുണൈറ്റഡ് ആകാൻ പറ്റുന്നുള്ളതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നെ അശോക് എന്ന് പറയുന്നത് എത്തിക്കൽ ഗവർണൻസിന്റെ ഒരു ഉദാഹരണമാണ്. ഇതൊക്കെയാണ് നിങ്ങൾ UPSC ആംഗിൾ നോക്കേണ്ട ഭാഗങ്ങൾ. അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് ബോർഡിൽ ചേരാൻ ഒരു മടി വിചാരിക്കേണ്ട, ചേരാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നുണ്ട്. ബൈ ബൈ.